സഹോദരങ്ങളെ, ഇനി ദത്തുപുത്രനെ സംബന്ധിച്ച് ജബ്ബാർ പറയുന്ന മറ്റൊരു സംഗതി, ദത്തെടുക്കൽ നിരോധിച്ചത് അശ്ലീലാണെന്നാണ് ജബ്ബാർ പറഞ്ഞത്. ദത്തുപുത്രന് സ്വന്തം മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും നൽകണം. അങ്ങനെയാണ് ലോകത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് പ്രശ്നം. ജബ്ബാർ പറഞ്ഞാണത്. എന്താ പറഞ്ഞത്? ദത്തുപുത്രന് സ്വന്തം മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും നൽകണം. അങ്ങനെയാണ് ലോകത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ചെറുപ്പത്തിലെ ദത്തെടുത്ത് വളർത്തിയാൽ ആ അച്ഛനമ്മമാരും കുട്ടികളുമായി വൈകാരിക ബന്ധമുണ്ടാവും. മരണശേഷം അവരുടെ സ്വത്ത് ഈ കുട്ടികൾക്ക് നൽകാനാവും അവർ ഇഷ്ടപ്പെടുക. ഇവിടെ സാങ്കേതിക ന്യായം പറഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ സ്വത്ത് കൊടുക്കാൻ പാടില്ല, ഈ കുട്ടികൾക്ക് സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. സാങ്കേതികം എന്നതൊരു പ്രശ്നമാണ് ജബ്ബാറെ. ഒരു മനുഷ്യൻ്റെ സ്വന്തം മക്കളുണ്ട്, അയാൾ വളർത്താൻ വേറെ നിന്നോ കൊണ്ടുവന്നിട്ടൊരു മകനുമുണ്ട് അല്ലെങ്കിൽ മകളുണ്ട്. ഈ സ്വന്തം മക്കളും ഈ വേറെ ഇടുന്നോ കൊണ്ടുവന്ന മകനും മകളും ഒരുപോലെ ആവില്ല. ജീവിതത്തിൽ എത്ര തന്നെ നമ്മൾ പറഞ്ഞാലും ഈ വളർത്തിയിട്ടുള്ള ആളുകളുമായിട്ട് അത്യപൂർവമായിട്ട് മാത്രമേ ഈ വളർത്തപ്പെട്ട മക്കൾക്ക് അറുത്തുമുറിച്ചറിയാനാവാത്ത സ്നേഹബന്ധം ഉണ്ടാവുള്ളൂ. സ്വന്തം മക്കൾക്ക് പോലും ഇല്ല പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നിട്ടാണോ പിന്നെ അന്യ ആളുകളുടെ മക്കൾക്കുണ്ടാവുക. ഇവിടെ പ്രശ്നം എന്താണ്? ഈ വളർത്തപ്പെടുന്ന കുട്ടികൾ അന്ധമായിട്ട് വിശ്വസിച്ചു പോരുന്നത് ഈ വളർത്തിയ ആളാണ് എൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മീന്നാണ്. പലപ്പോഴും ഈ ദത്തെടുത്തതാണെന്ന് ഈ കുട്ടികളോട് പറയുക പോലുമില്ല. അപ്പോൾ അവിടെ തന്നെ സത്യം മറച്ചു വെക്കുക, വസ്തുത മറച്ചു വെക്കാനുള്ളൊരു സംഗതി ഉണ്ട്. രണ്ടാമത്, ഈ മനുഷ്യന് ഉണ്ടായിട്ടുള്ള അയാളുടെ ഭാര്യ, അയാളുടെ ബീജത്തിലൂടെ ഉണ്ടായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ മറ്റൊരാൾക്ക് നിയമപരമായി നൽകപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഉള്ള മറ്റൊരു സംഗതി. ദത്തെടുക്കുക എന്നുള്ളത് പോലും പലപ്പോഴും കുട്ടികളില്ലാത്തവരാ ദത്തെടുക്കൽ. കുട്ടികളുള്ള ആളുകൾ മിക്കവാറും ദത്തെടുക്കാറില്ല. അവർക്ക് അവരുടെ കുട്ടികളോട് തന്നെയാണ് സ്നേഹം ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ കുട്ടികളില്ലാത്ത ആളുകൾ ദത്തിന് വേണ്ടിയായിട്ട് പരക്കം പാഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ലോകം തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. ഈ കുട്ടികളിൻ്റെ കുട്ടികളല്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികളെ തന്നെ വളർത്തിയാൽ മതി. മാത്രമല്ല, ഈ ദരിദ്രരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദത്തെടുക്കാനുള്ളത് യഥാർത്ഥത്തിൽ മക്കളുണ്ടെങ്കിലും അത് ചെയ്യൂല. കാരണം സ്വന്തം കുട്ടികളെ തന്നെ വളർത്താൻ കഴിയാത്ത ആളുകൾ മറ്റുള്ളവരെ കൂടി കൊണ്ടുവന്ന് അവരെയും കൂടി പട്ടിണിക്കിട്ടുകയായിട്ട് വിഷമിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ. എന്ന് മാത്രമല്ല, മനുഷ്യ സഹജമായിട്ടുള്ള ഒരു മനുഷ്യന്ന് മാത്രമല്ല, ലോകത്ത് ഏത് ജീവിയെ സംബന്ധിച്ചിടത്തോളം സഹജമായിട്ടുള്ളൊരു സംഗതിയാണ് സ്വന്തം കുട്ടികളോടുള്ള അത്ര സ്നേഹം മറ്റുള്ളവരുടെ കുട്ടികളോടുണ്ടാവില്ല എന്നുള്ളത്. അത് മനുഷ്യരിൽ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നൊരു സംഗതിയാണ്. ഇത് മനുഷ്യനെ സംബന്ധിച്ചും അത്ര തന്നെ സംഗതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ കുട്ടികളായി കാണുമ്പോഴും എൻ്റെ കുട്ടി അവൻ്റെ കുട്ടി എന്നത് മനുഷ്യൻ സ്വാഭാവികമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സംഗതിയെ സംബന്ധിച്ച് ദത്തെടുക്കുക എന്നുള്ള പ്രയോഗം തന്നെ വന്നിട്ടുള്ളത്. എൻ്റെ കുട്ടിയല്ല. അറബിയിൽ അതിന് തബന്നി എന്ന് പറയും. തബന്ന പറഞ്ഞാൽ എന്താ? തബന്ന എന്ന് പറഞ്ഞാൽ മകനായി വാദിക്കുക, അഭിനയിക്കുക എന്നാണ്. അല്ലെങ്കിൽ മകനാണെന്ന് മറ്റേ ആൾ ഇയാളിൻ്റെ മകളാണെന്ന് അഭിനയിക്കുകയാണ്. അതായത് ഈ വളർത്തുന്ന രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വളർത്തപ്പെടുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നും രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും അഭിനയമാണുള്ളത്. യാഥാർത്ഥ്യമായിട്ട് അതിന് ബന്ധമില്ല എന്നാണ്. അതുകൊണ്ടാണ് ആ പേര്, ആ പ്രയോഗം തന്നെ അതിന് വന്നിട്ടുള്ളത്. അതുതന്നെയാണ് ദഈജ്, വിളിക്കപ്പെടുന്ന ആൾ എന്ന അർത്ഥത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ആളുടെ മക്കളല്ല, അങ്ങനെ വിളിക്കപ്പെടുകയാണ്. പിന്നെ ജബ്ബാർ പറഞ്ഞത്, ഇവർ വലുതാവുമ്പോൾ മാനസികമായിട്ട് വൈകാരികമായി ബന്ധമുണ്ടാവും. ഇസ്ലാം ഇവർക്ക് സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. ഇവിടെ ഒരു കുട്ടിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ദത്തെടുത്തേ പറ്റൂ എന്ന് വരുത്തേണ്ട കാര്യം എന്താ? ദത്തെടുക്കാതെ ഒരു മനുഷ്യക്കുഞ്ഞിനെ അനാഥയായിട്ടുള്ള
അല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ആളുകളില്ലാത്ത പാവങ്ങളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ കഴിയില്ല. ഇസ്ലാം അതിനൊരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദത്തെടുക്കാതെ തന്നെ ഒരാൾക്ക് മറ്റൊരു കുട്ടിയെ അയാളുടെ വീട്ടിൽ വളർത്താം, അനാഥ കുട്ടികളെ വളർത്താം, പാവങ്ങളായ കുട്ടികളെ വളർത്താം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ, അതുപോലെ തന്നെ അവരുടെ ജീവിത ഭക്ഷണത്തിൻ്റെ, വസ്ത്രത്തിൻ്റെ, ചികിത്സയുടെ, അങ്ങനെ ഒരു മനുഷ്യനൊരു കുഞ്ഞിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ ഇസ്ലാം അനുവാദം നൽകല്ല മാത്രമല്ല നൽകണത്, അതിന് പ്രേരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്താണ്? സ്വന്തം കുട്ടിയല്ലാത്ത ആളെ സ്വന്തം കുട്ടിയാണെന്ന് പറയാൻ പാടില്ല, സ്വന്തം കുട്ടികൾക്കുള്ള അവകാശങ്ങൾ അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ കുട്ടികളുടെ സുരക്ഷിതത്വം ഭാവിയിൽ അവർ ദരിദ്രരായി പോവാതിരിക്കാൻ പാകത്തിൽ ഒന്നുകിൽ അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ സമ്പന്നരാണെങ്കിൽ അവരുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം അവർക്ക് ദാനമായിട്ട് നൽകുക. ഇതിനൊന്നും ഇവിടെ ഇസ്ലാം എതിർത്തിട്ടില്ല. ഇവിടെ ഇസ്ലാം എതിർത്തിട്ടുള്ളത്, നിരോധിച്ചിട്ടുള്ളത്, ഇയാൾ എൻ്റെ മകനാണ്, മകളാണ്, അതുപോലെ തന്നെ മറ്റേ ആൾ എൻ്റെ അച്ഛനാണ്, അമ്മയാണ് എന്ന് പറയുന്ന ഈ വാദഗതി പാടില്ല. ആ വാദഗതിയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം മക്കളെപ്പോലെ ഇയാളുടെ സമ്പത്തിൽ അനന്തരാവകാശം കിട്ടുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ്. അല്ലാത്ത രീതിയിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതും ഒന്നും ഇസ്ലാം എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയോ കുടുംബമോ ഏറ്റെടുക്കുന്നതിനേക്കാൾ അത് രാഷ്ട്രത്തിൻ്റെ, സമൂഹത്തിൻ്റെ ബാധ്യത കൂടിയാണ്. രാഷ്ട്രമാണ് അത്തരം കുട്ടികളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സുരക്ഷിതത്വ മാർഗം ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഇതിനൊക്കെ ഇസ്ലാമിൽ വകുപ്പുണ്ട്. ആ വകുപ്പൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇസ്ലാം ഈ കാര്യം നിരോധിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ കുട്ടികളെ അനാഥരാക്കി തെരുവ് തണ്ടികളാക്കി മാറ്റാന്നുള്ളതല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അപ്പം വളരെ യുക്തിഭദ്രവും മാനുഷികവുമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം വരുത്തിയിട്ടുള്ള ഒരു മാറ്റത്തെയാണ് ഇവിടെ ജബ്ബാർ അശ്ലീലം എന്ന് പറഞ്ഞിട്ട് തള്ളുന്നത്. അപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള യുക്തിരഹിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റ കണ്ണിലൂടെ മാത്രമാണ് കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. ദത്തെടുക്കുക എന്നുള്ളത് ലോകത്ത് വളരെ മഹത്തരമായിട്ടുള്ള സംഗതിയാണ് എന്ന് കാണുകയും, എന്നാൽ ഇസ്ലാം മുമ്പോട്ട് വെച്ച മറ്റ് രീതിയിൽ ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട മാർഗങ്ങളെയൊക്കെ തമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഈ കുട്ടികളെ വഴിയാധാരാക്കുന്ന രീതിയാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് വരുത്തി തീർക്കുകയാണ് ഇസ്ലാമിനോടുള്ള അന്ധമായിട്ടുള്ള വിരോധം കൊണ്ട് ജബ്ബാറിനെ പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു അർത്ഥവുമില്ല. അതിവരുടെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ എണ്ണാൻ കഴിയുള്ളൂ എന്നതാണ്. എന്നല്ലാതെ മനുഷ്യക്കുഞ്ഞുങ്ങൾ എന്നുള്ള നിലക്ക് ആ കുട്ടികളെ, ഒരു സ്ത്രീ പ്രസവിച്ച സമയത്താണ് ആ സ്ത്രീക്ക് ആ കുട്ടിയെ മുലകൂട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സ്ത്രീ മരിച്ചുപോയി, ഇത്തരം ഘട്ടങ്ങളിൽ ആ കുട്ടിയെ എടുത്തിട്ട് മുലയൂട്ടുക ഇത് മറ്റുള്ളവരുടെ ബാധ്യതയാണ്. അതുപോലെ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ അവരുടെ ദാരിദ്ര്യം അകറ്റിക്കൊണ്ട് അവരെ സുരക്ഷിതരാക്കി ജീവിക്കാനുള്ള മാർഗം നേടിക്കൊടുക്കുക എന്നുള്ളത്, അവരെ അന്തസ്സുള്ള ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതൊക്കെ ഇസ്ലാം ചെയ്തുപെട്ട് മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൊരു സംഗതിയാണ്. അത് മാർഗം കണ്ടെത്തിയെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ചെയ്യുന്ന ആളുകൾക്ക് മഹത്തരമായിട്ടുള്ള പ്രതിഫലവും ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജബ്ബാറിൻ്റെ അടുത്ത് എന്താണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളത്? ആകപ്പാടുള്ളത് ദത്തുപുത്രന് കൊടുക്കുന്ന ഈ സമ്പത്ത് മാത്രമാണ്. അതാവട്ടെ സമ്പത്തുള്ള ആളുകൾക്ക് സാധ്യമാവും ചെയ്യുള്ളൂ, സമ്പത്തില്ലാത്ത ആളുകൾക്കോ ജബ്ബാറിൻ്റെ കയ്യിൽ വല്ല പരിഹാര മാർഗമുണ്ടോ? എന്നാൽ ഇസ്ലാം അതിനൊക്കെ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു സംഗതി നിരോധിച്ചിട്ടുള്ളത്. ഇവിടെ രക്തബന്ധം എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഈ കുട്ടിയും ഈ രക്ഷിതാക്കളും തമ്മിലില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് രക്തബന്ധുക്കളെ പോലുള്ള ഒരു ബന്ധം ഇവർ തമ്മിൽ വാദിച്ചുണ്ടാക്കാൻ പാടില്ല. അത് നിങ്ങൾ അവരുടെ മാതാപിതാക്കളോട് ബന്ധപ്പെടുത്തിയേ പറയാൻ പാടുള്ളൂ എന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള, എന്ന് മാത്രമല്ല ഒരാളുടെ സമ്പത്തിൽ അയാളുടെ സമ്പത്തിൻ്റെ 1/3 കവിയാത്ത വിധത്തിൽ വസിയ്യത്ത് ചെയ്യാൻ വരെ ഇസ്ലാം നിർദ്ദേശം നൽകുന്നുണ്ട്. അതൊക്കെ ചെയ്യാവുന്ന നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇസ്ലാം ഈ ഒരു കവാടം പൊട്ടിയടിച്ചിട്ടുള്ളത്.
അതിനാണ് ജബ്ബാർ ഇവിടെ വലിയ എന്തോ ഒരു അത്യാഹിതമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ജബ്ബാറിന് ബുദ്ധിയില്ലാത്തത് കൊണ്ട് ജബ്ബാർ പറയുന്നു എന്നേ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ.